നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാകും. എന്നാൽ ആ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്നൊന്നും മുൻകൂട്ടി അറിയുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നില്ല. എന്നാൽ തൊടുകുറി ശാസ്ത്രത്തിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ, നടക്കുകയാണെങ്കിൽ എപ്പോൾ നടക്കും, എന്തൊക്കെ തടസ്സങ്ങളാണ് മുന്നിലുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ തൊടുകുറിയിലൂടെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന 2 പക്ഷികളുടെ ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നൽകിയിരിക്കുന്നത് മൈനയുടെ ചിത്രമാണ്. രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് പ്രാവിന്റെ ചിത്രമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട്, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ ഒരു നിമിഷം അടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ച് എത്രയും പെട്ടെന്ന് ആ ഒരു ആഗ്രഹം നടത്തി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ പതിയെ തുറക്കുന്ന സമയത്ത് ഈ 2 ചിത്രങ്ങളിൽ ഏതിലേക്കാണോ നിങ്ങളുടെ മനസ്സ് ചായുന്നത് അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ പറയുന്ന ഫലം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ വരികയുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൈനയുടെ ചിത്രം തിരഞ്ഞെടുത്ത, ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള മൈനയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളിലേക്ക് കടക്കാം. സ്നേഹസമ്പന്നരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ജീവിതത്തിലെ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ മാറി മാറി അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. പല അവസരങ്ങളിലും തിരിച്ചടികളും വേദനകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവരെ നേരിടുവാനും ജീവിതത്തിൽ വിജയിക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമാണ്. വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം നിങ്ങളിലുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായിട്ട് ബാധിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന മനോഭാവമാണ് നിങ്ങളുടേത്. പലരെയും പലതവണ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങൾ സഹായിച്ചവരിൽ നിന്നു തന്നെ തിരിച്ചടികളും വിഷമങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വിശ്വാസവഞ്ചനയും ചതിയും നിങ്ങളെ ജീവിതത്തിൽ ഏറെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ധനനഷ്ടവും മാനഹാനിയും വരെ ചില അവസരങ്ങളിൽ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ കാലതാമസം നേരിടുന്നവരാണ് നിങ്ങൾ. എന്നാൽ വൈകിയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആഗ്രഹവും അല്പം വൈകിയെങ്കിലും സഫലമാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ പലരും ആകർഷണത്തോടെ കാണുന്നവരാണ്. ലക്ഷ്യത്തിലെത്തുവാൻ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനുള്ള മനഃശക്തി നിങ്ങളിലുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. മനസ്സിൽ ഒരു കാര്യം വെച്ച് പുറത്ത് മറ്റൊന്നു കാണിക്കുന്ന സ്വഭാവം നിങ്ങളുടേതല്ല. സ്നേഹിക്കുന്നവർക്കും ഒപ്പം നിൽക്കുന്നവർക്കും വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നിരുന്നാലും ഈ നല്ല മനസ്സ് തന്നെ പലപ്പോഴും നിങ്ങളെ വേദനകളിലേക്ക് തള്ളിവിട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളത് ജീവിതത്തിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം തന്നെയാണ്. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം ഉടൻ തന്നെ ജീവിതത്തിൽ തുറന്നു കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും താൽക്കാലികം മാത്രമാണ്. മറ്റൊരാളുടെ സഹായത്തിലൂടെയായാലും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, ഇപ്പോൾ പ്രാർത്ഥിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു പ്രധാന സ്വഭാവ സവിശേഷത എന്തെന്നാൽ നിങ്ങൾ തമാശ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. സന്തോഷത്തോടെ ജീവിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും ശ്രമിക്കുന്ന മനസ്സാണ് നിങ്ങളുടേത്. ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും വളരെ കൂടുതലാണ്. ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ താല്പര്യപ്പെടാറില്ല, അല്ലെങ്കിൽ ചെയ്യാറില്ല. പണം നൽകി സഹായിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റെന്തെങ്കിലും വിധത്തിൽ ആളുകളെ സഹായിക്കുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ. വരാനിരിക്കുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കുവാനുള്ള ഒരു ഉൾക്കാഴ്ചയും നിങ്ങളിലുണ്ട്. നിങ്ങളെ ദ്രോഹിച്ചവരോട് പോലും പ്രതികാരം ചെയ്യണമെന്ന ചിന്ത മനസ്സിൽ സൂക്ഷിക്കാതെ മുന്നോട്ടു പോകുന്നവരാണ് നിങ്ങൾ.
നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ ഘട്ടമാണ് കടന്നു പോകുന്നത്. ഇതുവരെ നിന്നുപോയതുപോലെ തോന്നിയ പല കാര്യങ്ങളും ഇനി പതുക്കെ മുന്നോട്ടു പോകുവാൻ തുടങ്ങുന്നതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തില് അനുകൂലമായിട്ടുള്ള വാർത്തകൾ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനായിട്ട് മറ്റൊരാളുടെ സഹായമോ പിന്തുണയോ ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. എന്നാൽ അതിനൊപ്പം നിങ്ങളുടേതായിട്ടുള്ള ശ്രമവും ആത്മവിശ്വാസവും അനിവാര്യമാണ്. പലപ്പോഴും ഇത് നടക്കുമോ എന്നൊരു ആശങ്ക മനസ്സിൽ വന്നേക്കാം. പക്ഷെ ആ നെഗറ്റീവ് ചിന്തകൾ മാറ്റിവെച്ച് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോയാൽ വിജയം ഉറപ്പായും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. നിങ്ങളുടെ സംസാര ശൈലിയിലും പെരുമാറ്റത്തിലും ഒരു പ്രത്യേക ആകർഷണം കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും സത്യസന്ധതയും ആത്മാർത്ഥതയും വളരെ അധികമുള്ളവരാണ്. കള്ളത്തരമോ ചതിയോ കാണിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വൈകിയാണെങ്കിലും നല്ല ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. കാരണം ഭഗവാൻ ആത്മാർത്ഥതയുള്ളവരെ ഒരിക്കലും കൈവിടുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു പുതിയ തുടക്കം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലർക്കത് സാമ്പത്തിക മുന്നേറ്റമായിരിക്കാം, ചിലർക്കത് ജോലി സംബന്ധമായിട്ടുള്ള മാറ്റമായിരിക്കാം, മറ്റു ചിലർക്കത് കുടുംബജീവിതത്തിൽ സന്തോഷം നൽകുന്ന സംഭവങ്ങളായിരിക്കാം. ഏതായാലും ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സ്ഥിരമായതല്ല. ആ ഒരു കാര്യം കൂടി ആത്മവിശ്വാസത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണെങ്കിലും നിങ്ങളെ പൂർണ്ണമായിട്ട് മറന്ന് മറ്റുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ജീവിക്കരുത്. നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും കൂടി പ്രാധാന്യം നൽകുക. അപ്പോൾ മാത്രമേ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഭഗവാനിലുള്ള വിശ്വാസം ഉറപ്പാക്കി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. ഒരല്പം സമയമെടുത്താലും നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ അത് വളരെ പെട്ടെന്ന് നടത്തിയെടുക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പല തടസ്സങ്ങൾക്കും ക്രമേണ മാറ്റം വന്നു ചേരുന്നതായിരിക്കും. പ്രത്യേകിച്ച് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിൽ പരിഹാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ നിങ്ങൾ ഏറെ നാളുകളായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ആഗ്രഹം അതും സഫലമാകുവാനുള്ള സമയം അടുത്തിരിക്കുകയാണ് എന്നുള്ളതും ഇതിലൂടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇതുവരെ പല തടസ്സങ്ങളും വൈകല്യങ്ങളും നേരിട്ടിട്ടുണ്ടെങ്കിലും ഇനി കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറി തുടങ്ങുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൈനയെ തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള പ്രാവിനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. പ്രാവിനെ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ പൊതുവെ ശാന്ത സ്വഭാവമുള്ളവരും സ്നേഹത്തിന് വലിയ വില കൊടുക്കുന്നവരുമാണ്. ആരെയും വേദനിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുന്ന മനസ്സാണ് നിങ്ങളുടേത്. എന്നാൽ അതേസമയം നിങ്ങളുടെ ഈ നന്മയെ ചിലർ പലപ്പോഴും ദുരുപയോഗം ചെയ്തിട്ടുള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ചവരിൽ നിന്ന് തന്നെ വിഷമങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു വലിയ പ്രത്യേകത എന്തെന്നാൽ എത്ര വലിയ വിഷമം വന്നാലും അതിൽ തളർന്നു പോകാതെ വീണ്ടും ജീവിതത്തെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നതാണ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. പലപ്പോഴും ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ അനുഭവങ്ങൾ വരെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ആ വേദനകൾക്കൊക്കെയും അവസാനമാകുന്ന സമയം അടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു നല്ല മാറ്റത്തിന്റെ തുടക്കം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കുടുംബപരമായ സന്തോഷം, സാമ്പത്തിക ഉയർച്ച അല്ലെങ്കിൽ മനസ്സമാധാനം നൽകുന്ന ഒരു വാർത്ത എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. ചിലർക്കത് പുതിയ ജോലി, ചിലർക്കത് വിവാഹ കാര്യത്തിൽ മുന്നേറ്റം, മറ്റു ചിലർക്ക് വീടോ വാഹനമോ സംബന്ധിച്ച ആഗ്രഹ സാഫല്യം എന്നിവയായിരിക്കാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരാളുമായിട്ട് ബന്ധപ്പെട്ട വിഷമമോ പഴയ ഒരു ഓർമ്മയുടെ വേദനയോ നിലനിൽക്കുന്നുണ്ടാകാം. പക്ഷെ ആ കാര്യത്തിൽ പോലും ഭഗവാൻ നിങ്ങൾക്കൊരു വ്യക്തതയും സമാധാനവും നൽകുന്നതായിരിക്കും. കാലം കഴിയും തോറും നിങ്ങളെ വേദനിപ്പിച്ച പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പതുക്കെ മോചിതരാകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ഭഗവാന്റെ സഹായം നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരോടും നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ തുറന്നു പറയുന്ന സ്വഭാവം കുറയ്ക്കുക. കാരണം നിങ്ങളുടെ മുന്നിൽ സ്നേഹത്തോടെ പെരുമാറുന്ന ചില വ്യക്തികൾ പോലും മനസ്സിൽ അസൂയ സൂക്ഷിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വളരെ ആലോചിച്ചെടുത്താൽ കൂടുതൽ ഗുണം ലഭിക്കുന്നതാണ്.
മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം നടക്കുവാനുള്ള യോഗം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥനയോടും ആത്മവിശ്വാസത്തോടും കൂടെ മുന്നോട്ട് പോകേണ്ടതാണ്. പലരുടെയും സ്നേഹവും ആദരവും നിങ്ങൾ ജീവിതത്തിൽ നേടിയെടുത്തിട്ടുള്ളവരാണെന്ന് പറയുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ഈ നല്ല മനസ്സ് തന്നെ നിങ്ങളെ വേദനകളിലേക്ക് എത്തിച്ചിട്ടുള്ളതും വാസ്തവമാണ്. കാരണം നിങ്ങൾ സഹായിച്ച പലരും പിന്നീട് നിങ്ങളെ മറന്നു പോവുകയോ നിങ്ങളെ മനസ്സിലാക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. എന്നിരുന്നാലും ആരോടും പ്രതികാരം ചെയ്യണമെന്ന ചിന്ത മനസ്സിൽ സൂക്ഷിക്കാതെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ ഘട്ടമാണ് കടന്നു പോകുന്നത്. ഇതുവരെ നിന്നുപോയതുപോലെ തോന്നിയ പല കാര്യങ്ങളും ഇനി പതുക്കെ മുന്നോട്ട് പോകുവാനായിട്ട് തുടങ്ങും. പ്രത്യേകിച്ച് നിങ്ങൾ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള വാർത്തകൾ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനായിട്ട് മറ്റൊരാളുടെ സഹായമോ പിന്തുണയോ ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. എന്നാൽ അതിനൊപ്പം നിങ്ങളുടേതായിട്ടുള്ള ശ്രമവും ആത്മവിശ്വാസവും അനിവാര്യമാണ്. പലപ്പോഴും ഇത് നടക്കുമോ എന്നൊരു ആശങ്ക മനസ്സിൽ വന്നേക്കാം. പക്ഷെ ആ നെഗറ്റീവ് ചിന്തകൾ മാറ്റിവെച്ച് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോയാൽ വിജയം ഉറപ്പായും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. നിങ്ങളുടെ സംസാര ശൈലിയിലും പെരുമാറ്റത്തിലും ഒരു പ്രത്യേക ആകർഷണം കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ സന്തോഷവും പോസിറ്റീവ് എനർജിയും കൊണ്ടുവരുന്ന വ്യക്തികളാണ്. മറ്റുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്വഭാവം നിങ്ങളിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു പുതിയ തുടക്കം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലർക്കത് സാമ്പത്തിക മുന്നേറ്റമായിരിക്കാം, ചിലർക്കത് ജോലി സംബന്ധമായ മാറ്റമായിരിക്കാം, മറ്റു ചിലർക്കത് കുടുംബജീവിതത്തിൽ സന്തോഷം നൽകുന്ന സംഭവങ്ങളായിരിക്കും. ഏതായാലും ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സ്ഥിരമായതല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണെങ്കിലും നിങ്ങളെ പൂർണ്ണമായിട്ട് മറന്ന് എല്ലാവർക്കും വേണ്ടി ജീവിക്കരുത്. നിങ്ങളുടെ സന്തോഷത്തിനും കൂടെ പ്രാധാന്യം നൽകുക. അപ്പോൾ മാത്രമേ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പല തടസ്സങ്ങൾക്കും ക്രമേണ മാറ്റം വന്നു ചേരുന്നതായിരിക്കും. പ്രത്യേകിച്ച് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിൽ പരിഹാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഏറെ നാളുകളായിട്ട് കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത പോലും അടുത്ത സമയങ്ങളിൽ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ്. വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതിനൊപ്പം തന്നെ ജീവിതത്തിലെ കുഞ്ഞു സന്തോഷങ്ങൾക്കും വളരെ വില കൊടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു സമാധാനവും സന്തോഷവും അനുഭവപ്പെടുന്നതായിരിക്കും. അതുപോലെ പല കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കുവാനുള്ള ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്കുണ്ട്. ചില സംഭവങ്ങൾ നടക്കുന്നതിന് മുൻപ് തന്നെ അതിനെക്കുറിച്ചൊരു തോന്നൽ മനസ്സിൽ വരാറുണ്ട്. പലപ്പോഴും അത്തരത്തിലുള്ള തോന്നലുകൾ പിന്നീട് സത്യമായി തീരുന്നതും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് നിങ്ങളുടെ ആത്മീയ ശക്തിയുടെയും മനസ്സിന്റെ നന്മയുടെയും ഒരു സൂചനയായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളെ പ്രകോപിപ്പിക്കുവാൻ പലരും ശ്രമിച്ചാലും ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുന്നവരാണ്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ദുർബലരായി ചിലർ തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ വളരെ ശക്തമായ മനസ്സിന്റെ ഉടമകളാണ്. പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ ക്ഷമിക്കുവാനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു കാര്യം ജീവിതത്തിൽ നടന്നു കിട്ടുവാനുള്ള യോഗം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതിന് വലിയ കാലതാമസം ഉണ്ടാകില്ല എന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. ചില തടസ്സങ്ങൾ വന്നാലും അവസാനം കാര്യങ്ങൾ അനുകൂലമായിട്ട് മാറുന്നതായിരിക്കും. പ്രത്യേകിച്ച് കുടുംബദേവതയോടുള്ള പ്രാർത്ഥനയും ഇഷ്ടദൈവത്തിലുള്ള വിശ്വാസവും നിങ്ങൾക്ക് വളരെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അല്പസമയം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് മനസ്സിനും ജീവിതത്തിനും കൂടുതൽ പോസിറ്റീവ് എനർജി നൽകും. ഇനിയും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾ മറ്റുള്ളവർക്കായി ചെയ്യുന്നത് പോലെ തന്നെ സ്വന്തം മനസ്സിനും സന്തോഷം നൽകുവാൻ ശ്രമിക്കുക. കാരണം ജീവിതത്തിൽ നിങ്ങൾ അർഹിക്കുന്ന സമാധാനവും സന്തോഷവും വൈകിയാണെങ്കിലും ഉറപ്പായും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ തൊടുകുറി ഫലം നിങ്ങൾക്കായി വളരെ ശുഭകരമായിട്ടുള്ള സൂചനകളാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ കൈവിടാതെ ദൈവവിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ മുന്നോട്ട് പോവുക. അപ്പൊ ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള പ്രാവിനെ തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ നാമവും ഒരു പ്രാർത്ഥനയായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.